ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡ്രസ്സ് വാങ്ങാനായിട്ട് അബുദാബി പോയത്, അതുപോലെ തന്നെ ഇതിന് അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അബുദാബി അൽവദ മാളിലാണ് ഡ്രസ്സ് വാങ്ങാനായിട്ട് പോയത്. അപ്പോൾ ഇതിൻ്റെ സൺഡേ ആണ് പോയത് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഈവനിങ് നമ്മൾ അവിടെ നിന്ന് തന്നെ അൽവദ മാളിൽ നിന്ന് തന്നെ ഫുഡ് കോർട്ടിൽ നോമ്പൊക്കെ തുറന്നു. അപ്പോൾ അതിനുശേഷം അന്ന് രാത്രി തിരിച്ച് ലേറ്റ് നൈറ്റ് 2 മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ബീഫിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയാണ് ഞാൻ കറി വെക്കുന്നത്. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ തലേദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ള ബീഫ് കറിയും നാളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബീഫ് കറിയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഇനി നമുക്ക് തിക്കടി ഉണ്ടാക്കി വെക്കണം രാത്രി. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നല്ല എളുപ്പമായിരിക്കും. പള്ളിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ റെസിപ്പി ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഞാൻ കുറേ വീഡിയോസിൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. എക്സ്ട്രാ ഞാൻ ഇതിനകത്ത് കുറച്ച് വലിയ ജീരകം ഒന്ന് ചതച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പ്രേയറിന് എത്തിയപ്പോഴത്തേനും ഫുള്ള് നിറഞ്ഞിട്ടുണ്ടായിരുന്നു റൂമൊക്കെ. നമ്മൾ ജസ്റ്റ് ഡോറിൻ്റെ അവിടെ നിന്നിട്ടാണ് നിസ്കരിച്ചത് കേട്ടോ. അപ്പോൾ അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വീണ്ടും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. പിന്നെ കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും, എല്ലാവരും തരും. അപ്പോൾ അതൊക്കെ മേടിച്ചു. അതിനുശേഷം ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്കറിയാമല്ലോ ഈദ് മണി കൊടുക്കൽ, പിന്നെ മൈലാഞ്ചി. ഇത് മോളുടെ കൈയാണ് കേട്ടോ. മൈലാഞ്ചി ചുമന്നിട്ടുണ്ടോ എന്നുള്ള നോക്കലൊക്കെ. അപ്പോൾ അതിനുശേഷം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയതുകൊണ്ട് പിന്നെ ഈ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് പേരെ ഫോൺ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഒക്കെ റിപ്ലൈ ചെയ്തു, വിഷസൊക്കെ മെസ്സേജ് ഇട്ടു. അങ്ങനെയൊക്കെ കുറച്ച് സമയം ഫോണിലിരുന്നു. എന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഇതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നില്ല കേട്ടോ. എല്ലാ തവണയും പള്ളി കഴിഞ്ഞാൽ ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ലീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിലാക്സ് ചെയ്ത് എല്ലാവരുടെ ഒരുമിച്ചിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പിന്നെ നമ്മൾ ലഞ്ച് എന്തായാലും ബിരിയാണി ഉണ്ടാക്കും, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ആക്കിയാൽ പോരെ എന്ന് പറഞ്ഞിട്ട് ആരും സമ്മതിക്കുന്നില്ല. എല്ലാവർക്കും ഇത് തന്നെ വേണം കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ തിക്കടി തന്നെ ഉണ്ടാക്കിയത്.
പിന്നെ അടുത്ത ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിട്ട് എല്ലാവരും കഴിച്ചപ്പോൾ ഇനി എല്ലാവർക്കും ബിരിയാണി വേണോ എന്താണെന്നൊക്കെ ചോദിച്ചപ്പം ആരും വേണ്ടാന്നാണ് പറയുന്നത്. ബിരിയാണി ഉച്ചയ്ക്ക് വേണ്ട, നോർമൽ റൈസ് മതി, ചോറ് കഴിക്കാൻ കൊതിയാവണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങി ഒരു മണിയൊക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റതിന് ശേഷമാണ് പിന്നെ ചോറും തോരനും ഉണ്ടാക്കി. ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു, ഫിഷും ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു, ബീഫ് രാവിലത്തെ. അപ്പോൾ പിന്നെ ഒരു ചെറിയ മോരുകറി ഉണ്ടാക്കി കേട്ടോ, തേങ്ങ അരയ്ക്കാത്ത മോരുകറിയും കൂടെ. അപ്പോൾ അതുകൂട്ടി ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് 2 മണിയൊക്കെ ആയപ്പോഴാണ് ലഞ്ച് കഴിച്ചത്. വിശക്കുന്നൊന്നും ഇല്ലായിരുന്നു, എന്നിട്ടും കഴിച്ചു. അപ്പോൾ കസ്റ്റാർഡ് തലേദിവസം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സ്, ആപ്പിൾ, ഓറഞ്ച്, ബനാന, മാംഗോ, പിന്നെന്താണ് കുറച്ച് ഡേറ്റ്സ്, പിന്നെ നട്ട്സ് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു, പിസ്ത, ബദാം, പിന്നെന്താണ് കാഷ്യൂ നട്ട്സ്. ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡുമായിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി, കസ്റ്റാർഡ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഇളയാൾ കഴിക്കില്ല കേട്ടോ, ചിലപ്പോഴേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവന് മാത്രം ഒരു ചെറിയ ഗ്ലാസ്സിൽ ഞാൻ അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കൊടുക്കാൻ, ആരെങ്കിലും കഴിപ്പിച്ചാലേ കഴിക്കുകയുള്ളൂ, തന്നെ കഴിക്കില്ല, ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കും. അപ്പം ഇനി എല്ലാവർക്കും ഇത് കൊണ്ട് കൊടുക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷമീന, സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.